Dear students, DBMS ലാബിൻ്റെ അടുത്ത സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സെലക്ട് സ്റ്റേറ്റ്മെന്റിന്റെ വെയർ ക്ലോസിനെ കുറിച്ചും ഓർഡർ ബൈ ആസ് തുടങ്ങിയ ക്ലോസുകളെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതിൽ ആദ്യം വെയർ ക്ലോസ്. വെയർ ക്ലോസിൽ ഒരു ടേബിൾ കസ്റ്റമേഴ്സ് എന്നുള്ള ഒരു ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് ക്വറീസ് പഠിക്കാം. ഓക്കെ, അതിൽ ആദ്യത്തേത് കസ്റ്റമേഴ്സ് ടേബിൾ ഒരു മെക്സിക്കോ എന്ന കൺട്രിയിലുള്ള എന്ന കൺട്രി വരുന്നത് മാത്രം നമുക്ക് സെലക്ട് ചെയ്യണം. അതിനായി ഓൾറെഡി കസ്റ്റമേഴ്സ് എന്നുള്ള ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് കുറേ വാല്യൂസ്. അതിൽ കൺട്രി നെയിം ഇന്ത്യ എന്നുള്ളതുണ്ട്, മെക്സിക്കോ ഉണ്ട്, ജർമ്മനി, USA എന്നതെല്ലാം ഓൾറെഡി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ നമുക്ക് ഈ സെലക്ട് സ്റ്റേറ്റ്മെന്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് വേർ കൺട്രി ഈക്വൽ ടു മെക്സിക്കോ. മെക്സിക്കോ എന്നുള്ള സിംഗിൾ കോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മെക്സിക്കോ എന്നുള്ള കൺട്രി നമുക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വേർ ക്ലോസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി അതിൽ വേർ ക്ലോസിൽ കുറെ ഓപ്പറേറ്റേഴ്സിന്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. നോട്ട് ഈക്വൽ ടുവിന് ഈ സിമ്പിളും ഉപയോഗിക്കാം, ഇവിടെ വേറെ ഒരു സിമ്പിൾ, രണ്ടും വെച്ചും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ബിറ്റ്വീൻ, ലൈക്ക്, ഇൻ എന്നീ എക്സാമ്പിൾസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റത്തെ ഈക്വൽ ടു എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്താണ്. ഇനി സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ് എന്നുള്ള ടേബിളിനെ ബേസ് ചെയ്തിട്ട് വേർ പ്രൈസ് ഗ്രേറ്റർ ദാൻ 30 എന്നുള്ളത് ഒന്ന് നോക്കാം. ഇതിൽ ഓൾറെഡി നമുക്കൊരു പ്രോഡക്റ്റ് എന്നുള്ള ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രോഡക്ട്സ്. ഓക്കെ, സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ് എന്ന് കൊടുക്കുമ്പോൾ അതിൽ ഓൾറെഡി കുറേ ഫീൽഡ് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഈ സെലക്ട് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ് വേർ പ്രൈസ് ഗ്രേറ്റർ ദാൻ 30 ഉള്ളത് നമുക്ക് സെലക്ട് ആയി വരണം. ഓക്കെ, അപ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ 30 ഉള്ള സെലക്ട് സ്റ്റേറ്റ്മെന്റിൽ പ്രൈസ് ഗ്രേറ്റർ ദാൻ 30 ഉള്ളത് മാത്രം സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ് വേർ പ്രൈസ് ഗ്രേറ്റർ ദാൻ 30. ഓക്കെ, അടുത്ത എക്സാമ്പിൾ ലെസ് ദാൻ 30. അതും ഇത് ലെസ് ദാൻ എന്നുള്ള സിമ്പിൾ കൊടുത്ത് നമുക്ക് എൻ്റർ ചെയ്യുമ്പോൾ ലെസ് ദാൻ 30 ഉള്ളത് സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ് വേർ പ്രൈസ് ലെസ് ദാൻ 30യുടെ താഴെയുള്ള പ്രൈസ് ഉള്ള ഫീൽഡുകൾ നമുക്ക് ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 13 കൂടി വരാനുള്ളതാണ്. 13 അങ്ങനെ ഒരു ഫീൽഡ് ഉണ്ടെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അതിൽ 30 ഇൻക്ലൂഡിങ് ആയത് ലിസ്റ്റ് ചെയ്ത് വന്നു. ഓക്കെ, ഗ്രേറ്റർ ദാനിലും നമുക്ക് അതുപോലെ തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അതിൽ 13 കൂടി ഇൻക്ലൂഡ് ആയിട്ട് അത് ലിസ്റ്റ് ചെയ്ത് വരും. ഓക്കെ, ഇനി നോട്ട് ഈക്വൽ ടു എന്നുള്ളത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നോട്ട് ഈക്വൽ ടു 18. ഓക്കെ, അതിൽ പ്രൈസ് 30 അല്ലാത്ത ബാക്കിയെല്ലാം ലിസ്റ്റ് ചെയ്ത് വരിക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അതിന് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ എന്നുള്ള സിമ്പിൾ കൊടുക്കാം, അല്ല എങ്കിൽ ഇങ്ങനെയും കൊടുക്കാം. ഓക്കെ, രണ്ടും സെയിം ആണ്. നോട്ട് ഈക്വൽ ടു 30 ഇല്ലാത്തത് ലിസ്റ്റ് ചെയ്ത് വരാനാണ് ഈ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി ബിറ്റ്വീൻ ഉള്ളത് എങ്ങനെയാണ് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ് വേർ പ്രൈസ് ബിറ്റ്വീൻ 50 ആൻഡ് 60യുടെയും ഇടയിലുള്ള
വാല്യൂസ് സെലക്ട് ചെയ്തു വരാൻ വേണ്ടിയാണ് ഇത്. ഓക്കെ, അതിനായി സെലക്ട് സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ് വേർ പ്രൈസ് ബിറ്റ്വീൻ 50 and 60. ഓക്കെ, 50യുടെയും 60യുടെയും ഇടയിലുള്ള പ്രൈസ് വാല്യൂ ഉള്ള പ്രോഡക്ട്സ് ഉള്ള ടേബിളിൽ നിന്ന് നമ്മളത് ലിസ്റ്റ് ചെയ്ത് വന്നു. ബിറ്റ്വീൻ ഉള്ള കീവേഡ് ഉപയോഗിച്ചിട്ടാണ്, ആൻഡും ഉപയോഗിച്ചിട്ടുണ്ട്, 50 and 60. ഓക്കെ, ഇനി സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ വേർ കസ്റ്റമർ നെയിം ലൈക്ക് എച്ചിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെയാണ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് വരേണ്ടത്. അപ്പം അതിൽ എച്ച് എന്ന ഹരീഷും ഹില്ലാരി എന്ന 2 കസ്റ്റമർ നെയിം വരുന്നതാണ്. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് വേർ കസ്റ്റമർ നെയിം ലൈക്ക് H% എന്നാണ് അതിൽ കൊടുക്കുക. H%. ഓക്കെ, അപ്പോൾ ഇതിൽ സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിളിൽ നിന്നാണ് കസ്റ്റമേഴ്സ്. അതിൽ ഇനി നമുക്ക് എച്ച് അല്ലാതെ എ വെച്ച് തുടങ്ങുന്നത് വേണം എന്നുണ്ടെങ്കിൽ ലൈക്ക് എന്നുള്ള കമാൻഡ് സെമിക്കോളൻ ഇടണം. അപ്പോൾ എ വെച്ച് തുടങ്ങുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇങ്ങനെയാണ് സെലക്ട് സ്റ്റേറ്റ്മെന്റ് ലൈക്ക് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഇനി എന്നുള്ളത് എങ്ങനെയാണ്? സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് വേർ സിറ്റി ഇൻ തൃശൂർ ആൻഡ് ബെർലിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് വേർ സിറ്റി ഇൻ തൃശൂർ ആൻഡ് ബെർലിൻ. അതിൽ ബെർലിനും തൃശൂരും സിറ്റി ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ലിസ്റ്റിലുള്ള ആണ് ലിസ്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇവിടെ സിറ്റി നെയിം തൃശൂർ ആൻഡ് ബെർലിൻ ഉള്ളത് മാത്രം. ഓക്കെ, അത് ലിസ്റ്റ് ചെയ്ത് വരാൻ ഇൻ തൃശൂർ ബെർലിൻ. ഓക്കെ, ഇൻ എന്നുള്ള കീവേഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് വേർ സിറ്റി ഇൻ തൃശൂർ ആൻഡ് ബെർലിൻ. ഓക്കെ, ഇനി ബിറ്റ്വീൻ ഓപ്പറേറ്റർ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. എന്നിരുന്നാലും സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ് എന്നുള്ള ടേബിളിൽ പ്രൈസ് ബിറ്റ്വീൻ 10 and 20 ഉള്ള ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. പ്രൈസ് ബിറ്റ്വീൻ 10 and 20യുടെയും ഇടയിലുള്ളത്. ഓക്കെ, അതിന് പ്രോഡക്റ്റ് ടേബിൾ സെലക്ട് ചെയ്യാം. സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ്. ഓക്കെ, അതിൽ ഇത്രയും പ്രോഡക്ട്സ് ആണ് ഉള്ളത്. അപ്പോൾ അതിൽ 10നും 20ക്കും ഇടയിലുള്ള പ്രൈസ് വാല്യൂ ഉള്ളതാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. പ്രൈസ് ബിറ്റ്വീൻ സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ് വെയർ പ്രൈസ് ബിറ്റ്വീൻ 10 and 20. അതെ, ഇതിൽ പ്രൈസ് നമുക്ക് 10ന്റെയും 20യുടെയും ബിറ്റ്വീൻ ഉള്ള വാല്യൂസ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെയാണ് ബിറ്റ്വീൻ്റെ എക്സാമ്പിൾ. ഇനി നോട്ട് ബിറ്റ്വീൻ ഉള്ള ഒരു എക്സാമ്പിൾ കൂടിയുണ്ട്. സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ് വെയർ പ്രൈസ് നോട്ട് ബിറ്റ്വീൻ 10 and 20. അപ്പം അതിൽ നോട്ട് ബിറ്റ്വീൻ ഉള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. പ്രൈസ് നോട്ട് ബിറ്റ്വീൻ, എന്നിട്ട് സ്പേസ് വേണം, ബിറ്റ്വീൻ 10ന്റെയും 20യുടെയും ബിറ്റ്വീൻ അല്ലാത്ത പ്രൈസ് വാല്യൂ അല്ലാത്ത പ്രൈസിനെ വെച്ചിട്ടാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് വേർ കണ്ടീഷന്. ഇപ്പം നോട്ട് ബിറ്റ്വീൻ 10 and 20 എന്നുള്ളതാണ് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. നോട്ട് ബിറ്റ്വീൻ എന്നുള്ള വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, ഇനി അടുത്തത് ആൻഡ് ഓർ നോട്ട് ഓപ്പറേറ്റർ ആണ്. അതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇതിലൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. SQL സ്റ്റേറ്റ്മെന്റ് സെലക്ട് ഓൾ ഫീൽഡ് ഫ്രം കസ്റ്റമേഴ്സ് വെയർ കൺട്രി ഈസ് ജർമ്മനി ആൻഡ് സിറ്റി ഇൻ ബെർലിൻ. ജർമ്മനിയും ബെർലിനുമായത് സെലക്ട് ചെയ്യുക എന്താണ്. അതിനായിട്ട് സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് വെയർ കൺട്രി ഈക്വൽ ടു ജർമ്മനി ആൻഡ് സിറ്റി ഈസ് ഈക്വൽ ടു ബെർലിൻ
എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നമ്മളത് കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിളിൽ നിന്നാണ് സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് വേർ കൺട്രി ഈക്വൽ ടു ജർമ്മനി ആൻഡ് സിറ്റി ഈക്വൽ ടു ബെർലിൻ. ഓക്കെ, അപ്പോൾ അതിൽ ഉള്ള ഒരു റോ മാത്രമാണുള്ളത്. കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിളിലെ നമുക്ക് ടോട്ടൽ റോസ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. അതിൽ കൺട്രി ഈക്വൽ ടു ജർമ്മനി ഉള്ള 2 ഉണ്ട്. പക്ഷെ സിറ്റി 1 മാത്രമാണ് ബെർലിൻ ഉള്ളത്. വേറെ ഒരു ജർമ്മനിയുടെ മാൻഹെയിം എന്നുള്ളതാണ് സിറ്റി നെയിം. അപ്പോൾ ഇതിന് ഒരു ജർമ്മനിയും കൺട്രി നെയിം ജർമ്മനിയും സിറ്റി നെയിം ബെർലിനുമുള്ള ഒരു റോ ആണ് നമുക്ക് ഇതിൽ സെലക്ട് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് വേർ കൺട്രി ഈക്വൽ ടു ജർമ്മനി ആൻഡ് സിറ്റി ഈക്വൽ ടു ബെർലിൻ കൊടുക്കുക. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്ത് സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് വേർ കൺട്രി ഈക്വൽ ടു ജർമ്മനി ആൻഡ് സിറ്റി ഈക്വൽ ടു ബെർലിൻ. അതാണ് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, SQL statement select all field from customers where city is Berlin or Mannheim എന്നുള്ളതാണ്. ഇതിൽ or എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനായി സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് വേർ സിറ്റി ഈക്വൽ ടു ബെർലിൻ ഓർ സിറ്റി ഈക്വൽ ടു മാൻഹെയിം ഓർ എന്നുള്ള കീവേഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് വേർ സിറ്റി ഈക്വൽ ടു ബെർലിൻ, സിറ്റി ഈക്വൽ ടു ബെർലിൻ ഓർ സിറ്റി ഈക്വൽ ടു മാൻഹെയിം ആയ 2 ഫീൽഡാണ്, 2 റോസ് ആണ് നമുക്ക് സെലക്ഷൻ വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് സ്റ്റേറ്റ്മെന്റ് സെലക്ട് ഓൾ ഫീൽഡ് ഫ്രം കസ്റ്റമേഴ്സ് വേർ കൺട്രി ഈസ് നോട്ട് ജർമ്മനി, ജർമ്മനി അല്ലാത്തത് വരാൻ. ഇപ്പോൾ നോട്ട് കൺട്രി ഈക്വൽ ടു ജർമ്മനി, സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് വെയർ നോട്ട് എന്നുള്ള കീവേഡ് ഉപയോഗിച്ചു, നോട്ട് കൺട്രി ഈക്വൽ ടു ജർമ്മനി. ഓക്കെ, അതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കൺട്രി സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് വെയർ നോട്ട് കൺട്രി ഈക്വൽ ടു ജർമ്മനി, ജർമ്മനി അല്ലാത്ത ബാക്കി കൺട്രികളുടെ പേരുകൾ ഉള്ളത് ലിസ്റ്റ് ചെയ്ത് വന്നു. ഓക്കെ, ഇതാണ് നോട്ട് എന്നുള്ള കീവേഡ് ഉപയോഗിച്ച് ചെയ്യുന്നത്. ഈ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു കുറി നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് വെയർ നോട്ട് കൺട്രി ഈക്വൽ ടു ജർമ്മനി ആൻഡ് നോട്ട് കൺട്രി ഈക്വൽ ടു USA. ഓക്കെ, USA അല്ലാത്ത നമ്മളിത് ഓൾറെഡി USA ഫീൽഡും ജർമ്മനിയുടെ ഫീൽഡെല്ലാം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കുറി ചെയ്യുന്നതിനായിട്ട് സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ്, ഇതിൽ USA ഫീൽഡ് ഉണ്ട്, ജർമ്മനിയുടെ 2 ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാലാണ് ഇത് വർക്ക് ചെയ്യാൻ ഒക്കുകയുള്ളൂ. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് വെയർ നോട്ട് കൺട്രി ഈക്വൽ ടു ജർമ്മനി ആൻഡ് നോട്ട് കൺട്രി ഈക്വൽ ടു USA അല്ലാത്തതും കൺട്രി നെയിം USA അല്ലാത്തതും ജർമ്മനി അല്ലാത്തതുമായതാണ് ലിസ്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇനി ഓർഡർ ബൈ എന്നുള്ളത് അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ ആക്കാൻ വേണ്ടിയുള്ളതാണ്. അതിൽ നമ്മൾ ഓർഡർ ബൈ മാത്രം കൊടുത്താൽ ഇൻബിൽട്ടായി അസെൻഡിങ് ഓർഡർ വരും. ഓക്കെ, ഇനി ഡിസെൻഡിങ് ഓർഡർ വേണമെങ്കിൽ അതിൻ്റെ കൂടെ DESC എന്നുള്ള കീവേഡ് കൂടി ഉപയോഗിക്കണം. അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് ഓർഡർ ബൈ കസ്റ്റമർ നെയിം വെച്ചിട്ട് ഈ കസ്റ്റമർ നെയിം എന്നുള്ളത് അസെൻഡിങ് ഓർഡർ വരണമെങ്കിൽ നമുക്ക് അസെൻഡിങ് ഓർഡർ എന്ന് കൊടുക്കണമെന്നില്ല, ഓർഡർ ബൈ കസ്റ്റമർ നെയിം എന്ന് കൊടുത്താൽ കസ്റ്റമർ നെയിമിൻ്റെ വെച്ചിട്ട് ആൽഫബറ്റിക് ഓർഡറിൽ അസെൻഡിങ് ഓർഡറിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ ഡിസെൻഡിങ് ഓർഡർ വരണമെങ്കിൽ DESC എന്ന് കസ്റ്റമർ നെയിം കഴിഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് ഉള്ള ടേബിളിൽ ഓർഡറായി വരണം, കസ്റ്റമർ നെയിം വെച്ച് ഡിസെൻഡിങ് ഓർഡർ. ഓക്കെ,
അപ്പോൾ അത് ഡിസെൻഡിങ് ഓർഡറിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ ഫീൽഡ് വെച്ചിട്ടും ചെയ്യാം. ഓർഡർ ബൈ ഇത് കൺട്രി നെയിം ആണെങ്കിൽ വെച്ചിട്ടാണ് വേണമെങ്കിൽ കൺട്രി ഡിസെൻഡിങ് ഓർഡർ വേണമെങ്കിൽ ഡിസെൻഡിങ് എന്നുള്ളത് കൊടുക്കാം. ഇപ്പോൾ ഓർഡർ ബൈ കൺട്രി, ഇനി കൺട്രിയുടെ ബേസ് ചെയ്തിട്ട് ഡിസെൻഡിങ് ഓർഡർ USA മുകളിലേക്ക് വന്നു, മെക്സിക്കോ താഴെ, അങ്ങനെ ഡിസെൻഡിങ് ഓർഡറിൽ വരും. ഓക്കെ, ഇതാണ് ഓർഡർ ബൈ ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡിസ്റ്റിങ്ക്റ്റ് എന്നുള്ളൊരു കീവേഡ് ഉണ്ട്. അത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഇല്ലാതെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. അതിന് സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ് കൺട്രി ഉള്ളത് വെച്ചിട്ടാണെങ്കിൽ ഫ്രം കസ്റ്റമേഴ്സ്, കൺട്രി എന്നുള്ളതിൽ ഇന്ത്യ എന്നുള്ള കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പ്രാവശ്യം ഇന്ത്യയുടെ ലിസ്റ്റ് ചെയ്ത് വന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് എന്നുള്ള ഉപയോഗിക്കാം. സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ് കൺട്രി ഫ്രം കസ്റ്റമേഴ്സ് എന്ന് കൊടുത്താൽ നമുക്ക് ഇന്ത്യ വൺ ടൈം ഡിസ്പ്ലേ ആയിട്ടുള്ളൂ. ഓക്കെ, അതിൽ 3 ഇന്ത്യയുടെ ഓൾറെഡി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ജർമ്മനിയും അതേപോലെ 2 ഉണ്ട്. അപ്പോൾ അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് റിമൂവ് ചെയ്ത് ഡിസ്പ്ലേ ആവാതെ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഡിസ്റ്റിങ്ക്റ്റ്, DISTINCT ഡിസ്റ്റിങ്ക്റ്റ്. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് സെലക്ട് കഴിഞ്ഞ ഉടനെ ഡിസ്റ്റിങ്ക്റ്റ് കൊടുക്കുക, സ്പേസ് കൺട്രി, ഏത് ഫീൽഡ് വെച്ചാണ് നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് കാണേണ്ടത്, ഏത് ഫീൽഡിൻ്റെയാണ് അത് കൊടുക്കുക. ഫ്രം ടേബിൾ കസ്റ്റമർ. ഓക്കെ, ഇതാണ് അതിൻ്റെ കീവേഡ്, സിൻടാക്സും എക്സാമ്പിൾസും. ഇനി ലൈക്ക് ഓപ്പറേറ്റേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ലൈക്ക് ഓപ്പറേറ്റേഴ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്തു, എന്നിരുന്നാലും അതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വെച്ചിട്ടാണ് പെർസെൻറ്റേജും അണ്ടർസ്കോർ 2 രീതിയിലാണ് അത് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. SQL സ്റ്റേറ്റ്മെന്റ് സെലക്ട് ഓൾ കസ്റ്റമേഴ്സ് വിത്ത് കസ്റ്റമർ നെയിം സ്റ്റാർട്ടിങ് വിത്ത് A. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. A വെച്ച് തുടങ്ങുന്ന കസ്റ്റമേഴ്സിന്റെ പേര് ഡിസ്പ്ലേ ചെയ്ത് വരാനായിട്ട്. ഇനി അടുത്തത് Hൽ അവസാനിക്കുന്ന കസ്റ്റമേഴ്സ് നെയിം ഉള്ളത് ലിസ്റ്റ് ചെയ്ത് വരാനാണ് പെർസെൻറ്റേജ് H എന്ന് കൊടുക്കുന്നത്. സെലക്ട് സ്റ്റാർട്ട് ഫ്രം കസ്റ്റമേഴ്സ് വെയർ കസ്റ്റമർ നെയിം ലൈക്ക് പെർസെൻറ്റേജ് H എന്ന് കൊടുത്താൽ Hൽ അവസാനിക്കുന്ന കസ്റ്റമേഴ്സിനെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് വരും. Hൽ അവസാനിക്കുന്നത് ഹരീഷ് എന്നും ഡൽഖാത്ത് എന്നുള്ള 2 അതിൽ കാണുന്നത്. അതിൽ Hൽ അവസാനിക്കുന്നത്. അപ്പോൾ സെലക്ട് സ്റ്റാർട്ട് ഫ്രം കസ്റ്റമേഴ്സ് വെയർ കസ്റ്റമർ നെയിം ലൈക്ക് സിംഗിൾ കോട്സിനുള്ളിൽ പെർസെൻറ്റേജ് H എന്ന് കൊടുത്താൽ Hൽ അവസാനിക്കുന്നതാണ് പെർസെൻറ്റേജ് H എന്നുള്ളത്. ഇപ്പം Hൽ തുടങ്ങുന്നതാണെങ്കിൽ H കഴിഞ്ഞിട്ട് പെർസെൻറ്റേജ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ Hൽ തുടങ്ങുന്ന 2 ഉണ്ട്, Hൽ അവസാനിക്കുന്ന 2 ഉണ്ട്. വേറെയാണ് വന്നിരിക്കുന്നത്. ഡൽഖത്താണ് ഇവിടെ Hൽ അവസാനിക്കുന്നത്. ഇവിടെ ഹരീഷും ഹിലാരി എന്നുള്ളതാണ് Hൽ ആരംഭിക്കുന്നത് വന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി അതേപോലെ സെലക്ട് സ്റ്റേറ്റ്മെന്റ് സെലക്ട് ഓൾ കസ്റ്റമേഴ്സ് വിത്ത് എ കസ്റ്റമർ നെയിം ദാറ്റ് ഹാവ് RE ഇൻ എനി പൊസിഷൻ, ഏതെങ്കിലും പൊസിഷൻ ഇടയിൽ RE എന്നുള്ളത് വേണം. സെലക്ട് സ്റ്റാർട്ട് ഫ്രം കസ്റ്റമേഴ്സ് വെയർ കസ്റ്റമർ നെയിം ലൈക്ക് പെർസെൻറ്റേജ് ഉള്ളിൽ 2 ഭാഗത്തും പെർസെൻറ്റേജ് ഇടുക, അതിൻ്റെ ഇടയിൽ RE ഏതാണ് നമുക്ക് ഫിൽട്ടർ ചെയ്യേണ്ടത് എന്നുള്ളത് അവിടെ കൊടുക്കുക. ഓക്കെ, RE എന്നാണ് അപ്പോൾ കൊടുത്തിരിക്കുന്നത്. RE ഉള്ളത് ബിറ്റ്വീൻ വരുന്നത് കസ്റ്റമേഴ്സ് നെയിമിൽ RE ഇവിടെ വന്നിട്ടുണ്ട് RE. ഓക്കെ, ഇവിടെയും ആൽഫ്രഡിലും RE എന്നുള്ളത് ഇൻ ബിറ്റ്വീൻ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള 2 റോസ് ആണ് ഉള്ളത്. അത് സെലക്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഇനി സെലക്ട് സ്റ്റേറ്റ്മെന്റ് സെലക്ട് ഓൾ കസ്റ്റമേഴ്സ് വിത്ത് കസ്റ്റമർ നെയിം that have A in the second position, അതിനാണ് അണ്ടർസ്കോർ കൊടുക്കുന്നത്. സെലക്ട് സ്റ്റാർട്ട് ഫ്രം കസ്റ്റമേഴ്സ് വെയർ കസ്റ്റമർ നെയിം ലൈക്ക് സെക്കൻഡ് പൊസിഷൻ വരുന്നതിന് ഒരു ഹൈഫണും A. അപ്പോൾ ഒരു സെക്കൻഡ് പൊസിഷനിലുള്ളത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, അപ്പം അതിനായിട്ട് സെലക്ട് സ്റ്റാർട്ട് ഫ്രം കസ്റ്റമേഴ്സ് വെയർ കസ്റ്റ് നെയിം ലൈക്ക് ഒരു അണ്ടർസ്കോർ കൊടുക്കുക A, 2 അണ്ടർസ്കോർ A കൊടുത്താൽ 3ാമത്തെ പൊസിഷനിലുള്ളത് കിട്ടും. ഓക്കെ,
എ ഉള്ളത്. കസ്റ്റമർ നെയിം സെക്കൻഡ് പൊസിഷനിൽ എ വരുന്നത് കണ്ടോ, ഇവിടെ എ സെക്കൻഡ് പൊസിഷനിൽ വന്നിട്ടുണ്ട്. അത് മാത്രം ഉള്ള 3 റോസ് സെലക്ട് ആയി. ഓക്കെ, അതേപോലെ എ സ്റ്റാർട്ട് ചെയ്യുന്നതും അറ്റ്ലീസ്റ്റ് 3 ക്യാരക്ടേഴ്സ് ഉള്ളതും, അപ്പോൾ 3 അണ്ടർസ്കോർ കൊടുക്കണം. 3 കൂടുതലുള്ളതാണ് വരിക, 3 കുറവ് ഉള്ളത് വരില്ല, ഡിസ്പ്ലേ ചെയ്യില്ല. ഓക്കെ, അതിനുള്ള എക്സാമ്പിൾ ആണിത്. ഇപ്പം ലൈക്ക് കഴിഞ്ഞ് ഇവിടെ 3 അണ്ടർസ്കോർ കൊടുത്തിട്ടുണ്ട്. അപ്പം അറ്റ്ലീസ്റ്റ് എ കഴിഞ്ഞ് 3 ലെറ്റേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. 3 കൂടുതലും അക്സെപ്റ്റ് ചെയ്യാനാണ് പെർസെൻറ്റേജ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി സ്റ്റാർട്ടിങ് കസ്റ്റമേഴ്സ് നെയിം സ്റ്റാർട്ടിങ് വിത്ത് ടി ആൻഡ് എൻഡ് വിത്ത് ഒ, അങ്ങനെയുള്ളത് സെലക്ട് ചെയ്യാൻ. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് വെയർ കസ്റ്റമേഴ്സ് നെയിം ലൈക്ക് ടിയിൽ തുടങ്ങി ഓയിൽ അവസാനിക്കുന്നത്. അതിന്റെ ബിറ്റ്വീനിൽ പെർസെൻറ്റേജ് ഇടുക. അപ്പോൾ ടി2 എന്നുള്ള ലിസ്റ്റ് ചെയ്ത് വന്നു. ഓക്കെ, സെലക്ട് സ്റ്റേറ്റ്മെന്റ് ഓർ കസ്റ്റമേഴ്സ് വിത്ത് കസ്റ്റമർ നെയിം ദാറ്റ് ഡസ് നോട്ട് സ്റ്റാർട്ട് വിത്ത് എ, എയിൽ നിന്ന് തുടങ്ങാത്തത് നോട്ട് ലൈക്ക് എന്നുള്ള ഒരു കുറേയും കൂടി ഉണ്ട്. ഓക്കെ, സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് വെയർ കസ്റ്റമർ നോട്ട് ലൈക്ക് എ പെർസെൻറ്റേജ് എന്ന് കൊടുത്താൽ എ വെച്ച് തുടങ്ങാത്ത, സ്റ്റാർട്ടിങ് എ ഇല്ലാത്ത എല്ലാം ലിസ്റ്റ് ചെയ്ത് വരും. ഓക്കെ, ഇങ്ങനെയാണ് ലൈക്ക് കമാൻഡിന്റെ എക്സാമ്പിൾസ്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് സെലക്ട് ക്വറിയുടെ വേറെ ക്ലോസുകളെ കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം. ഓക്കെ, ബൈ.